പരിചയപ്പെടുത്തി എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം. എന്റെ പേര് വരുന്നത് ബൈജു, സ്വദേശി വരുന്നത് കൊടുങ്ങല്ലൂർ ചാപ്പാറയാണ്. എന്താ പറയാ, ഈ ഇത്രയും അല്ലെ നന്മ നിറഞ്ഞ പ്രസ്ഥാനം എന്നെ പരിചയപ്പെടുത്തിയത് മറ്റവരല്ല, തൃപ്രയാറിന്റെ ഗ്രേറ്റ് ലീഡറും എന്റെ മെന്റർ കൂടിയായ ഷൈൻ ബാബു സാറാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയോടും എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. കാരണം അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അത്രയും നല്ല പ്രസ്ഥാനം എന്റെ കയ്യിൽ എത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയോട് ഒന്ന് നന്ദിയോടെ സ്മരിക്കുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ആർത്തി എന്ന പ്രസ്ഥാനത്തിലേക്ക് എത്തിയത്. കാരണം നിലവിൽ പഠിച്ചിറങ്ങിയ ടൈമിൽ തന്നെ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. കാരണം പഠിച്ചിറങ്ങിയിട്ട് ഞാനൊരു സാധാരണ ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കണം. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഒരുപാട് ബിസിനസ് മേഖലകൾ ഞാൻ കൈവച്ചു നോക്കി. കാരണം ചെമ്മീൻ കെട്ടെടുത്ത് നോക്കി. അതുപോലെ തന്നെ ഒരു തുണിക്കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അക്ഷയ സെന്റർ തുടങ്ങി. അങ്ങനെ ഒരുപാട് മേഖലകൾ ഞാൻ കൈവച്ച് നോക്കി. പക്ഷെ അവിടെ എല്ലാം എത്തിപ്പെടുന്നത് സെയിം സ്ഥലത്ത് തന്നെയാണ്. കാരണം നമുക്ക് ജീവിച്ചു പോവാം അല്ലെ. എല്ലാ ബിസിനസ്സുകാരോടും ഏത് ബിസിനസ്സുകാരോടും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ട് നമുക്ക് അതെല്ലാം സെൽഫ് എംപ്ലോയ്ഡ് ആണ്. അവരോട് എല്ലാവരും ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ജീവിച്ചു പോവാം. അല്ലെങ്കിൽ പറയും കഴിഞ്ഞ തവണ ഇത്തരം ഉണ്ടാവില്ല, പക്ഷെ ഈ തവണ മോശം എന്ന് പറയും. പക്ഷെ ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബിസിനസ്സുകാരും ഇന്ന് നിലനിൽപ്പില്ലാതെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെയും ആലോചിച്ചു, ദൈവമേ, ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് ആ ലെവലിലും എത്തിയിട്ട് നമുക്ക് ഒന്ന് എത്താൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ വന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും, പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ വലിയ വിഷയങ്ങൾ കാണാൻ വിഷൻ, അതായത് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും തൃപ്തിപ്പെടാൻ സാധിച്ചതില്ല. കാരണം നമ്മൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അല്ലെ. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതം തന്നിട്ടുള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാതെ അല്ലെ. നമുക്കൊരു സിനിമയിലാണ് ഈ പറയാൻ വരുന്നത്, നമുക്ക് അടുത്ത സിനിമ നമുക്ക് നല്ലതാക്കാം, അടുത്ത സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കാം എന്ന് പറയാം. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് സിനിമയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത്, അല്ലെങ്കിൽ എന്താണോ അവരെല്ലാം ആസ്വദിക്കുന്നത്, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നല്ലേ. അവരെ സംബന്ധിച്ചും അവരും സാധാരണക്കാരനാണ്, അല്ലെങ്കിൽ നോർമലായിട്ട് വളർന്നു കയറി വന്നാണ്. അംബാനിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ യൂസഫ് അലിക്ക അല്ലെ, നമ്മളെ യൂസഫ് അലിക്ക, അവരൊക്കെ സാധാരണക്കാരായിട്ട് അവിടുന്ന് അവർ എക്സ്ട്രാ പവർ എടുത്ത് കയറി വന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? കാരണം അവർക്കും രണ്ട് കണ്ണും രണ്ട് കൈയും രണ്ട് ചെവിടൊക്കെ അല്ലേ ഉള്ളൂ. സാധാരണ ഒരു വ്യക്തി തന്നെ, അല്ലാണ്ട് അവർക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ദൈവം കൊടുത്തല്ലോ. പക്ഷെ അപ്പൊ നമ്മള് അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ നേടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നടക്കുമ്പോഴാണ് ഔപചാരികമായിട്ട് നമ്മളെ ഒരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി ഷൈൻ ബാബു സാർ എന്റെ ബാബു സാറിനെ സമീപിക്കുകയും ഷൈൻ ബാബു സാറിന്റെ ലോണിന്റെ അല്ലെ, നമുക്കൊരു വ്യക്തി അല്ലെ, ഒരു കൊറോണ 2018 കാലഘട്ടമാണെന്ന് തോന്നുന്നത്. കൊറോണ വന്ന സമയത്ത് എല്ലാവരും ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും നമ്മൾ നുള്ളിപ്പറക്കി മാറ്റി വെക്കുന്ന സമയത്ത് ഒരു വ്യക്തി, ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് പറയാണ്, എനിക്ക് കാർ വേണം, കാറിന്റെ ലോൺ റെഡിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കണം. കാരണം നമുക്ക് ലോൺ കൊടുക്കുമ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന വ്യക്തിയാണെന്ന് നമ്മള് അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അവിടെ സാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞത് ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണ് അല്ലെ. നമ്മൾ പറ്റിക്കാനൊക്കെ പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഇൻകം എല്ലാ മാസം വരുന്നത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് ലോൺ കൊടുക്കാന്ന് ഞാൻ പറയുകയും, അപ്പൊ അവിടെ നിന്ന് ഒരു സബ് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഓൾറെഡി ഷൈൻ ബാബു സാർ പറഞ്ഞാണ്. എന്തായാലും ആ ഷൈൻ ബാബു സാറിന്റെ സബ് സെന്ററിൽ പോവുകയും, അപ്പൊ അവിടുന്ന് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ഉറപ്പായി. കാരണം ഞാനൊരു ബാങ്കില് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നെറ്റ്വർക്കിന്റെ ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. കാരണം അവിടെ എല്ലാം നമുക്ക് കോൺടാക്ട്സ് കൂടുതലായിട്ട് തന്നെ ഒരുപാട് പേര് എന്നെ സമീപിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇതൊന്നും ഞാൻ മേടിച്ചുള്ളൂ. അപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടിട്ടുണ്ടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മലയാളികൾ, ഇങ്ങനെ ഒരു ആട്ടും അല്ലെ, തലയാട്ടലുണ്ടാവും. അപ്പൊ അതേമാതിരി തന്നെ ഞാനും ഒരു അങ്ങനെ തലയാട്ടിയിരുന്നു. അതിനുശേഷം കേട്ടു. അതിനുശേഷം ഞാനപ്പൊ സാർ ഇത്രയും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം 10 രൂപയുടെ പേസ്റ്റ്, 10 രൂപയുടെ ചായപ്പൊടി, 10 രൂപയുടെ സോപ്പ്, അങ്ങനെ 10 രൂപയുടെ ഐറ്റംസ് അല്ലേ. കാരണം നമുക്ക് പൈസ കൂടുതൽ കൊടുക്കണ്ടത്, ഇതാകുമ്പോൾ 50 രൂപയ്ക്ക് 5 ഐറ്റംസ് കിട്ടും, നമുക്ക് പൈസയും പോവില്ല. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടുവരികയും, അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാനത് സാറ് പറഞ്ഞിരുന്നു രാത്രി തന്നെ പേസ്റ്റ് പല്ലിയാക്കണോട്ടാ. ഞാൻ പറഞ്ഞു പേസ്റ്റ് കുഴപ്പമില്ല, ഞാൻ നോർമലി തേക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും തേക്കാന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ഞാൻ തേച്ചപ്പോ തന്നെ, അന്ന് തേച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രത്യേകത ഈ പേസ്റ്റിലുണ്ടെന്ന് മനസ്സിലാവുകയും, അന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ സാറിനെ വിളിച്ചു. സാറ് എന്താണ് സംഭവം, ഇതിന്റെ ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, ഇതിനോട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ ആരോഗ്യം കിട്ടാവുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് സാറ് പറയുകയും, അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ പുറത്തുനിന്നല്ലേ, എന്തായാലും ഈ പറഞ്ഞ പേസ്റ്റും ഇതെല്ലാം സോപ്പ് ഐറ്റംസ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് എന്തായാലും വാങ്ങേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് ഇതിലൂടെ വാങ്ങിച്ചുകൂടാന്ന് ചിന്തയിൽ ഞാനപ്പോ ആലോചിച്ചു. സാറോട് പറഞ്ഞു, സാർ അന്നെങ്ങനെ ഞാൻ ഇതിനകത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു.
അതിനുശേഷം പ്രൊഡക്റ്റ് വാങ്ങിക്കുക മാത്രം ചെയ്തുള്ളൂ. കുറച്ചാൾ ഏകദേശം ഒരു വർഷത്തിനടുത്ത് ഞാൻ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തിയായി മാറി. അപ്പൊ അതിന്റെ ഇടയിൽ ഷാൻ ബാബു സാർ പറയാറുണ്ട്, ഇതിനെ കുറിച്ച് പഠിക്കണം, പഠിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് കുറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പ്രാവശ്യം പറഞ്ഞപ്പോഴും അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അല്ലെ, നോർമലായിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, അല്ലെ, ഉപ്പും മുളകും മല്ലിപ്പൊടി വാങ്ങിക്കാനായിട്ട് എന്തിനാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന ചിന്ത എനിക്കുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അതിനെ കുറിച്ച് ട്രെയിനിങ്ങിന് പോകാനൊന്നും ആദ്യം ഞാൻ കൂട്ടാക്കിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ട് ഷൈൻ ബാബു സാറിന്റെ അടുത്ത് പോയപ്പോൾ ഷൈൻ ബാബു സാർ ഇതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. അപ്പൊ അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കുറച്ച് പേരെ സംഘടിപ്പിക്കും, ഞാൻ വന്ന് പറയാം എന്നുള്ള കണ്ടീഷൻ. അപ്പൊ ഞാൻ അവിടെ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ തന്നെ നമ്മളെ ഒരു 10-20 കൂട്ടുകാരന്മാരെ കൂടിയിട്ട് സാറിന് വന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു സാർ ഇപ്പൊ ഒരു കുറെ വട്ടം ഭരിക്കും, അപ്പുറം വട്ടം ഭരിച്ചു, നിനക്ക് ഒരു ലക്ഷം, ഇപ്പുറം വന്ന 1 ലക്ഷം, അങ്ങനെ കണ്ടീഷൻ ഞാൻ നിർത്താൻ. അവിടെ വന്നപ്പോഴും സാറ് പറഞ്ഞത് വേറെ ഒന്നുമില്ല, ആരോഗ്യമാണ് പറഞ്ഞത്. അല്ലെ, ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നാണ് കമ്പനിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ ഫ്രണ്ട്സുകളെല്ലാം വിചാരിച്ചു ഇത് നല്ലൊരു പ്രസ്ഥാനമാണ്. അപ്പൊ അന്ന് തന്നെ എന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രഞ്ജിത്ത് സാറും എന്റെ കൂടെ ചേരുകയും. അപ്പോഴും ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ചാൽ, രഞ്ജിത്ത് സാറിനെ സംബന്ധിച്ച് നോർമൽ വർക്കിന് പോകുന്നത്, ഞാൻ ഒരുമിച്ച് പഠിച്ചാണെങ്കിലും നോർമൽ വർക്കിന് പോകുന്ന ഒരു വ്യക്തിയാണ്, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് രഞ്ജിത്ത് സാർ. അപ്പൊ അദ്ദേഹത്തിന് ഒരു അഡീഷണൽ വരുമാനം ആയിക്കോട്ടെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ രഞ്ജിത്ത് സാറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കൂടെ നിന്നത്. അപ്പോഴും ഞാൻ പറയാം രഞ്ജിത്ത് സാർ പഠിക്കട്ടെ, കാരണം രഞ്ജിത്ത് സാറാണ് ആവശ്യം. കാരണം ഓൾറെഡി എനിക്ക് നോർമൽ ജോലി ഉണ്ടല്ലേ, എല്ലാവരും നമ്മൾ പറഞ്ഞ ജോലിയുള്ള വ്യക്തികളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പറയാം, നമുക്ക് സെക്കൻഡറി വരുമാനം വേണ്ട, ജോലി ഉണ്ടല്ലോ, അത്യാവശ്യം അവിടെ വരുമാനം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വരുമാനത്തിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് ആരോഗ്യം വേണ്ട, അപ്പൊ ആരോഗ്യത്തിന് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന ചിന്തയിൽ ഞാൻ കുറച്ചാൾ അങ്ങനെ തള്ളി തിരിഞ്ഞിറങ്ങും. അപ്പൊ രഞ്ജിത്ത് സാറിന്റെ ഒപ്പം ഞാൻ സെയിലാവും. കാരണം രഞ്ജിത്ത് സാറിന് എങ്ങനെയൊക്കെ ഒരു വരുമാനം കൊടുക്കുക ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ ആളപ്പം നമ്മള് ഒരു ചാക്കും ബാഗൊക്കെ നിറച്ച് നമ്മൾ തോളത്തിട്ട് വെറുതെ സെയിലിന് പോയിക്കൊണ്ടിരുന്നു. സെയിലിൽ പോയി അങ്ങനെ സമയം ഞങ്ങൾ കളഞ്ഞു. കാരണം വേറെ പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാനോ അതിന്റെ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനോ ഷൈൻ ബാബു സാർ വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും, ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ട്രെയിനിങ് അറ്റൻഡ്. ഇത് നമ്മൾ ഈ പ്രോഡക്റ്റ് അല്ലേ 5000 രൂപയൊക്കെ സിമ്പിൾ ആയിട്ട് വെച്ച് തരാം. അങ്ങനെ എല്ലാ ദിവസവും വിറ്റ് ചാക്കായിട്ട് ഇങ്ങനെ ചാക്കും സഞ്ചയൊക്കെ ആയിട്ട് ഞങ്ങൾ വിറ്റ് നടന്നു കുറച്ചാള്. അപ്പൊ അതിനുശേഷം ഷൈൻ ബാബു സാർ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയിക്കോ, കാരണം 5000 രൂപ ആയിട്ട് ചെയ്യുന്ന വ്യക്തിയുടെ ആവശ്യമില്ല. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടല്ലേ കൂടുതൽ ഇൻകം നേടാനുള്ള വ്യക്തികളെ മാത്രമേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ എന്നാ ശരി സാറേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്കമാലിലാന്നുണ്ട്, അങ്കമാലിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് മൂർത്തി സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും രഞ്ജിത്ത് സാറും പോവുകയും അവിടെ ചെന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പ്രസ്ഥാനമല്ല, ഇത് ഇങ്ങനത്തെ പ്രസ്ഥാനമല്ല എന്നുള്ള ഒരുപാട് ചിന്തകൾ എന്നുണ്ട്. അതങ്ങനത്തെ ഒരു പ്രസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കി, ഇത് നന്മ നിറഞ്ഞ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കുകയും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണെന്നും ഇത് എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കൾക്കും എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ വേണ്ട നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവർക്കും വേണ്ടി വരുന്ന ഒരു പ്രസ്ഥാനമാണെന്ന ചിന്ത എന്ന് അന്നു മുതലാണ് എനിക്ക് ഉടലെടുത്തത്. കാരണം അന്ന് മൂർത്തി സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമ്മൾ നോക്കുക, നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ പ്രൊഡക്റ്റുകൾ അവിടെ വാങ്ങുമ്പോൾ ഒരുപാട് പേരുടെ ആരോഗ്യങ്ങൾ കളഞ്ഞാൽ ആരോഗ്യ പ്രശ്നത്തേക്ക് വഴുതി വീഴുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാൾ പൈസ കുറവിന് ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരോഗ്യവും കിട്ടുന്ന ഒരു മേഖലയാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞ് അന്ന് മുതൽ ഷൈൻ ബാബു സാർ വിളിക്കുമ്പോൾ ഒട്ടുമിക്ക ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക മീറ്റിങ്ങിനും ഞാൻ പങ്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം അങ്ങനെ പങ്കെടുത്തുകൊണ്ട് ഫലമായിട്ടാണ് ഇന്നിങ്ങനെ സ്റ്റാർ എന്ന പൊസിഷനിൽ വരെ എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ട്രെയിനിങ് ആണെന്നുള്ള ബോധ്യം എനിക്ക് അന്ന് വന്നു. അപ്പൊ അങ്ങനെ അന്ന് മുതൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ സജീവ് സാർ വിളിക്കുകയും സജീവ് സാറിൽ നിന്നും ഒരുപാട് അനുഭവങ്ങളും അല്ലെ ഒരുപാട് ട്രെയിനിങ്ങുകളും മോട്ടിവേഷനും ഇതെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആർട്ടിയിൽ എത്തിച്ചേർന്നത്, യാദർശികമായിട്ട് തന്നെ ഞാൻ എത്തിച്ചേർന്നത്. അതിനുശേഷം ആർട്ടിയിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ എന്റെ ടീം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രഞ്ജിത്ത് സാർ എന്ന് പറഞ്ഞ വ്യക്തികളെ അങ്ങനെ നമ്മള് ഈ പറഞ്ഞ ലെവലിൽ ഏകദേശം ഒരു 17ഓളം അച്ചീവർമാരെ ഞാൻ സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് സ്റ്റാർ എന്ന പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയല്ലേ, നമ്മള് നോർമലി ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞു. അതുപോലെ സോറി.
നമ്മള് ഞാൻ പിന്നെ ഇവിടെ നിന്ന് വിജയിക്കാനായിട്ട് പിന്നെ ഇതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഓരോ ദിവസവും അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്, നമ്മള് എപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷത്തല്ലേ എല്ലാവരും ഓരോ വർഷം കഴിയുമ്പോഴും സൂം ഔട്ട് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ എവിടെയാണ് നമുക്ക് പതറി വീണത്, എവിടെയാണ് നമ്മൾ തോറ്റുപോയത്, അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ എവിടെയാണ് നമുക്ക് കാലിടറി എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ പുതിയ പ്ലാനുകൾ അപ്ലൈ ചെയ്യണം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ 2023 ഇപ്പൊ കഴിഞ്ഞല്ലേ, 2023 നമുക്ക് അറിവ് വെച്ചും 2023 കഴിവും വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി ഈ 2024 നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ 2024 നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേരുകളല്ല, ഒരുപാട് പേരുകൾ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. നമ്മൾ അടുത്ത വർഷം നമ്മൾ എന്തെങ്കിലും പൊളിക്കും, അടുത്ത വർഷം നമ്മൾ അവിടെ എടുക്കും, ഇങ്ങനെ പറയുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളും അങ്ങനെ ഉൾപ്പെട്ട വ്യക്തികളായിരിക്കും. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആ അറിവ് വെച്ച് തന്നെ നമ്മൾ 2024 ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമുക്ക് അറിവുകൾ കൂട്ടണം, കഴിവുകൾ കൂട്ടിയാൽ മാത്രമേ ആ കഴിവുകൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി കിട്ടും. അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് ഇതുവരെയായിട്ട് വിജയിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ ഒരാളും പോലും, നമ്മൾ നോക്കുക യൂസഫ് അലിക്കായാലും ശരി, അംബാനി ആയാലും ശരി, അവരുടെ അറിവുകൾ കൂട്ടാതെ ഒരിക്കലും ഒരാളും ഇന്നുവരെ വിജയിച്ചിട്ടില്ല, ചരിത്രത്തിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല. അപ്പാണ് നമ്മൾ പറയുന്നത് നമ്മൾ വിജയിക്കുക അല്ലെ. നമ്മളിപ്പോ ഒരു സൂം മീറ്റിംഗിൽ ഇപ്പൊ ചോദിച്ചാൽ തന്നെ പറയും എത്ര പേര് ഡയമണ്ട് ആവണം എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിവിടെ ഒരു 3 കുത്ത് ഉണ്ടല്ലേ, ആ കുത്തിന്റെ അവിടെ നിന്ന് നമ്മൾ തമ്പടിക്കും അല്ലെ. നമ്മൾ അങ്ങനെ തമ്പടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾ ഈ പറഞ്ഞ ഡയമണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ നിന്ന പൊസിഷനിൽ നിന്ന് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. നമ്മള് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ആ വർക്ക് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് സമയങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ആർസിബിന് വേണ്ടി സമയം കൊടുക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് സമയം കൊടുക്കുന്ന വ്യക്തികളുണ്ട്, അതുപോലെ കുറച്ച് സമയം കൊടുക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, HDFC ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പൊ ഒരു ബാങ്കിലെ ജോലിയെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം 8 മണി 9 മണി വരെയൊക്കെ നമുക്ക് ചില ബാങ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്കും അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ ആ സമയം കഴിഞ്ഞിട്ടും 8 മണി ടു 9 മണി കഴിഞ്ഞിട്ടായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് വീട്ടിലേക്കല്ല, എന്റെ അസോസിയേറ്റിന്റെ ഒപ്പം ഞാൻ ഓരോ വ്യക്തികളെ കാണാൻ പോവുകയും ഓരോ വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുക, എനിക്ക് സമയം വളരെ കുറവുള്ള എനിക്ക് വരെ സ്റ്റാർ എന്ന പൊസിഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് എത്താൻ സാധിച്ചെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കും. കാരണം ഒരുപാട് സമയം എന്തായാലും ബാങ്ക് ജോലിയുടെ അത്രയും ടെൻഷനോ ബാങ്ക് ജോലിയുടെ അത്രയും വർക്ക് ടൈമോ ഉള്ള ഒരു ജോലിയും ഇന്ന് വരെ ഇല്ല. എല്ലാവരും വിചാരിക്കും കൈ കെട്ടി നാളെ വളരെ സുഖസുന്ദരമായിട്ട് പോയിരിക്കാം അല്ലെ, AC റൂമിലൊക്കെ പോയിരിക്കാൻ പറ്റുന്ന ജോലിയാണെന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ അവിടെ വരുന്ന ആ ടെൻഷനും ഇതും ഒന്നും മറ്റൊരു ജോലിക്ക് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊസിഷൻ മാത്രമാണ് സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കുക, ആർക്കാണ് ഇവിടെ നിന്ന് വരുമാനം ഇടേണ്ടത്? നമ്മളെ ലീഡേഴ്സിനാണോ? ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മള് മൂർത്തി സാറിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. മൂർത്തി സാറിനെ സംബന്ധിച്ച് വരുമാനമുണ്ട്, ഗിരീഷ് സാറിനെ സംബന്ധിച്ച് വരുമാനമുണ്ട്. ആ വരുമാനം അവർക്ക് കിട്ടിയാൽ അവർക്കല്ല, നമ്മൾക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിന് ഉപയോഗമുള്ളൂ. അപ്പൊ സാധാരണ നമ്മൾ നോർമലി ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണം അല്ലെ. നമുക്ക് ഇവിടെ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്, കമ്പനി പ്രൊഫൈൽ ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെ ആർസിയം ചെയ്യണം, എന്തിനു ആർസിയം ചെയ്യണം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആർക്കാണോ പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, മറ്റ് വ്യക്തികൾക്കല്ല, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആർക്കൊക്കെയാണ് പഠിക്കാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ലീഡർ പഠിച്ചാൽ, ലീഡർ പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറിന്റെ കഴിവ് കൂടും, ലീഡറിന്റെ വരുമാനം വരും. നമ്മൾക്ക് വരണമെങ്കിൽ, നമ്മൾക്ക് ഈ പറഞ്ഞ പൊസിഷൻ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു വ്യക്തിയും ഇന്നേ വരെ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം മാത്രമല്ല ജീവിതത്തിൽ തന്നെയല്ല ഏത് ബിസിനസ് മേഖല എടുത്താലും അവര് പഠിക്കാത്തടത്തോളം കാലം അവർക്ക് ഇതുവരെ വരുമാനം കൂട്ടാൻ സാധിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ, വരുമാനം കൂട്ടിയ ചരിത്രമില്ല. അങ്ങനെയുള്ള ഈ സമയത്ത് നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്? കൂടുതലും പഠിക്കില്ല. ഇത് തന്നെയായിരുന്നു എന്റെയും സിറ്റുവേഷൻ വരുന്നത് അല്ലെ. ഞാനും ആലോചിച്ചിരുന്നു, ദൈവമേ ഇവിടെ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഇത്രയധികം വരുമാനം വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് വരുമ്പോൾ എത്ര കിട്ടും? 1000 രൂപ അല്ലെ. നോർമലി ഫസ്റ്റ് ആദ്യം വന്നിപ്പോ 1000 രൂപയ്ക്ക് 5000 PV ആണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും വളരെ നിസ്സാര എമൗണ്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കും എന്തിനാണ് ഈ പറഞ്ഞ ഈ RTMലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് നമുക്ക് എത്തണല്ലേ. നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം, അതിനെ ബിസിനസ് ആയിട്ട് എന്തിനെ കാണണം എന്നുള്ള ചിന്ത എന്നിലേക്കും വന്നു. അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ഓരോ ബിസിനസ്സുകാരെടുത്ത് നോക്കുക,
ഓരോ ബിസിനസ്സുകാർ, യൂസഫ് അലിക്ക, അതുപോലെ തന്നെ അംബാനി, അതുപോലുള്ള എല്ലാ മെയിൻ ആയിട്ടുള്ള ബിസിനസ്സുകാരെല്ലാവരും, അല്ലെങ്കിൽ നമ്മൾ നോക്കുക തൊട്ടടുത്തുള്ള നമ്മളെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പ് എടുത്ത് നോക്കുക, ആ ഷോപ്പിലെ സംബന്ധിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത്. അതിനുശേഷം അഡീഷണൽ ആയിട്ട് ഒരു വ്യക്തി അഡീഷണൽ ആയിട്ട് ജോലിക്ക് നിർത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വരുമാനം കൂടുന്നത്. കാരണം അവിടെ അവരുടെ വർക്കിംഗ് അവേഴ്സിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ആ സ്റ്റാഫിന്റെ വർക്കിംഗ് അവേഴ്സും കൂടി കൂടുമ്പോഴാണ് അവർക്ക് ഇൻകം കൂടുതൽ വരുന്നത് എന്ന ചിന്ത. അതേമാതിരി തന്നെ നമ്മൾ നോക്കുക, രണ്ടെന്നുള്ളത് നാലാക്കും, നാലെന്നുള്ളത് എട്ടാവും, എട്ടെന്നുള്ളത് 10 സ്റ്റാഫാവും. അങ്ങനെ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടി 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 അവരുടെ വർക്കിംഗ് അവേഴ്സ് വെച്ചാണ് ഇന്ന് വരെയുള്ള ഏത് ബിസിനസ്മാൻ എടുത്താലും അവരുടെ വരുമാനം, ഇൻകം കൂടാൻ സാധിച്ചത്. ആ ഒരു തിരിച്ചറിവ് കിട്ടിയത് ഷൈൻ ബാബു സാറിന്റെയും സജീവ് സാറിന്റെയും ഗിരീഷ് സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ കേട്ട് കേട്ട് അല്ലെ, ടീം ബിൽഡിംഗ് ചെയ്യൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരാൻ കാരണം ഇത് മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം ഏറ്റെടുത്ത് അവർ ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾ ഇതൊന്നും ചെയ്യില്ല, ചെയ്യാതെ അക്കൗണ്ടിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. എല്ലാവരും അക്കൗണ്ടിൽ അല്ല ശ്രീധര ഇങ്ങനെ ഇരിക്കും, അക്കൗണ്ടിൽ നോക്കിയിരിക്കും. ഇപ്പൊ ലക്ഷങ്ങൾ വരും, ഇപ്പൊ ലക്ഷങ്ങൾ വരുന്നത് ഇല്ല, ഒന്നും വരാൻ നോക്കുന്നില്ല. കാരണം നമ്മളുടെ ടൈം ഇസ് ഈക്വൽ ടു ആണ് മണി എന്ന് പറയുന്നത്. അപ്പൊ ടൈം നമ്മളെ കൂട്ടുവാൻ ശ്രമിച്ച് നമ്മളെ ടൈം എന്നാണോ കൂടുന്നത് അന്ന് മുതലമേ വരുമാനം കൂടുകയുള്ളൂ എന്ന ചിന്ത നമ്മളിലേക്ക് വന്നാൽ മാത്രം പോരാ. വന്നിട്ട് കാര്യമുണ്ടാ, നമ്മളെ ഒരുപാട് അറിവുകൾ കിട്ടി. നമ്മള് പ്രോഗ്രാമുകളല്ലേ, എത്ര പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, എത്ര ട്രെയിനിങ്ങിന് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ കാര്യമുണ്ടാ, അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമ്മൾക്ക് വരുമാനം വരികയുള്ളൂ, അല്ലെങ്കിൽ ടീം ഡെവലപ്മെന്റ് ആവുകയുള്ളൂ എന്ന ചിന്തയും നമ്മൾ അന്നു മുതൽ എന്നിൽ ഉടലെടുത്തു. അപ്പൊ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാങ്ക് ടൈം കഴിഞ്ഞ സമയം എടുത്തിട്ട് ഏകദേശം 11 മണിയായാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് ഓരോ ദിവസവും കയറാറുള്ളൂ. ഓരോ ദിവസവും ഞാൻ 11 മണി വരെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, നമ്മളെ ടീമിന് വേണ്ടിയിട്ടുള്ള അവരുടെ അച്ചീവ്മെന്റ് അല്ലെ. എപ്പോഴും നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മളെ പോക്കറ്റ് വീർത്തോ അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ പൈസ വന്നോ. പക്ഷെ അത് RTMനെ സംബന്ധിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് ബിസിനസ് മേഖല എടുത്താലും ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉള്ള വ്യക്തികളുണ്ട്. ആ ഷോപ്പ് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പും, ഇപ്പൊ RTMന്റെ ഷോപ്പ് ആയിക്കോട്ടെ, അതർ ഷോപ്പ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു മെൻസ് വെയർ ഷോപ്പ് നടത്തിയിരുന്നുള്ളത്. ആ ഷോപ്പുകളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഓരോ ദിവസവും ഇൻവെസ്റ്റ്മെന്റ് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ആ ഇൻകം അവരെ എർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാതിരി തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ അല്ലെ, നമ്മള് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് അല്ലെ, ട്രെയിനിങ്ങിന് പോകാനായിട്ട് കാശി വണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്നല്ലേ പോകുന്നത്. അപ്പൊ എന്തിനും നമ്മൾ ഇതിന് പോകണം എന്നുള്ള ചിന്ത എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ വരുന്ന പൈസ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് അല്ലെ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഇറക്കാതെ എവിടെന്നെങ്കിലും ആരെങ്കിലും എന്ത് തരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ള എന്ന ചിന്തയും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്തു നിന്നും ഒന്നും കിട്ടുകയില്ല സുഹൃത്തുക്കളെ എന്നുള്ള ചിന്തയും എന്ന ഒരു തിരിച്ചറിവും കൂടി നമുക്ക് ഉണ്ടായാൽ മാത്രമേ RTM എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മൾ നേരത്തെ പറയുന്ന അല്ലെ, ഡയമണ്ട് ആവണോ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ മൂർത്തി സാറായാലും ശരി, ഗിരീഷ് സാറായാലും ശരി, വലിയൊരു പ്രോഗ്രാമിൽ ആർക്കൊക്കെ ഡയമണ്ട് ആവണം എന്ന് നോക്കുമ്പോൾ ഒറ്റ സ്പോട്ടിൽ അല്ലെ, ആ ടൈമിൽ നമ്മൾ കൈ ഉയർത്തി കാണിക്കും അല്ലെ. ആ കൈ ഉയർത്തി കാണിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ വീണ്ടും 2 ദിവസം കഴിയുമ്പോഴേക്കും എനർജി എല്ലാം പോകുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വീണ്ടും പഴയത് വരല്ലേ, റബ്ബർ ബാൻഡ് വരെ അല്ലെ. അതിനൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗിരീഷ് സാറും ഒക്കെ ഒരു കഥ പറയുന്നുണ്ടല്ലേ. ഒരു 2 തവളകൾ ഉണ്ടായിരുന്നു. 2 തവളകള് ഇങ്ങനെ പോണ വഴിക്കിൽ ഒരു നമ്മളെ തൈരിൽ വീഴുമ്പോൾ ശരിക്കും നോർമലി അറിയാത്ത ആളുകൾ തൈരിൽ വീണ് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടില്ല എന്ന് അവർക്കറിയാം. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് 2 തവളകൾ പോണ സമയത്ത് ഒരു തവളയെ സംബന്ധിച്ച് തവളയ്ക്ക് അറിയില്ലായിരുന്നു തൈര് വീണ ചാവും അല്ലെ തൈരാണെന്നുള്ളതൊന്നും അറിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ അറിയാവുന്ന തവള എന്ത് ചെയ്തു, അതിനകത്ത് വീണ ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പോലും നോക്കാതെ, കാരണം ഞാൻ കേട്ടു വളർന്നത് തൈര് വീണ ചാവുന്നുള്ള ആ ചിന്ത ആ തവളയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ തവള രക്ഷപ്പെടാനുള്ള ഒന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ അടിയിൽ പോവുകയും അത് ഓട്ടോമാറ്റിക് കട്ടാകുമ്പോൾ അത് ഓൾറെഡി ചത്തുപോവുകയും. പക്ഷെ മറ്റേ തവളയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് യാതൊന്നും ഒരു അറിവുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് കാലടിച്ചപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് തൈര് കട്ടായി എണ്ണ വരുമ്പോൾ ഓട്ടോമാറ്റിക് അതിന് മുകളിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു. അന്ന് കഥ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളല്ലേ,
ആരൊക്കെയാണോ അവസരങ്ങൾ എടുത്ത് അത് നമ്മളെ കഴിവുകളാക്കി അത് നമ്മളുടെ പ്രോസ്പെക്ടസിനായിട്ട് പോകുന്നത്, അവർ മാത്രമേ ഇന്ന് ഇതുവരെ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ, സക്സസിലേക്ക് എത്തിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ മടി പിടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ അല്ലെ, സേഫ് സോൺ അല്ലേ, നമ്മളിപ്പോ അറിയാൻ പറ്റും. നമ്മളെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിരുന്നു, നോബിൾ സാറൊക്കെ ശരിക്കും അതർ സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. നമ്മൾ അപ്പോഴും നമ്മളെ ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു കുറ്റിയടിച്ചിട്ട് നമ്മൾ പശുവിനെ കെട്ടണ മാതിരി ഉള്ള ആ ലൊക്കേഷനിൽ വിട്ടിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ആവും അല്ലെ? ഡയമണ്ട് ആവോ സുഹൃത്തുക്കളെ? ആവുകയില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അങ്ങനെ സേഫ് സോൺ വിട്ട് കളിക്കണം. സേഫ് സോൺ വിട്ട് കളിക്കാൻ ഞാൻ തയ്യാറായപ്പോഴാണ് എന്നിലേക്കുള്ള വിജയത്തിന്റെ പടികൾ പടികൾ ഓരോന്നോരോന്നായിട്ട് കയറാൻ കഴിഞ്ഞത്. എന്റെ വിജയത്തിലേക്ക് എത്താൻ മെയിൻ കാരണം എന്റെ ടീം തന്നെയാണ്. കാരണം അവരുടെ വിജയങ്ങൾ ഓരോന്നായിട്ട് സ്റ്റെപ്പുകൾ കയറിയപ്പോഴാണ് എനിക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടീമിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളെല്ലാം നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഒട്ടുമിക്ക ലീഡേഴ്സ് എല്ലാവരും ഈ സക്സസിലേക്ക് എത്തിയ പാത വരെ അവരുടെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അവരെല്ലാം പോയ വഴികളിലൂടെ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളും അനുഭവിക്കേണ്ടത്. നമ്മൾ ആ പ്രശ്നങ്ങളാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സാറെ, നമ്മൾ ലീഡേഴ്സ് വിളിക്കുമ്പോൾ പറയും സാറേ ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം അവരെല്ലാം ആ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു തോണിയിലല്ലേ, നമ്മളൊരു വഞ്ചിയിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഗിരി സാറ് മൂർത്തി സാറെല്ലാം അവിടെ നിന്ന് വിളിക്കുന്നത്, വാ മക്കളെ വാ, ഇവിടെയാണ് സക്സസ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ കാറ്റത്തനുസരിച്ച് കാറ്റിന്റെ ഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ലെവലില് പോയി കഴിഞ്ഞാൽ ടീമിലല്ല ജീവിതത്തിൽ തന്നെ ആയാലും സക്സസിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം ഇവിടെ ആരൊക്കെയാണോ സക്സസിലേക്ക് പോയത് ആ വഴി നമ്മൾ തെരഞ്ഞെടുക്കാതെ നമുക്ക് പറ്റില്ല എന്ന ചിന്തയും എന്റെ ടീമിന്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ നമ്മളെ ഗ്രേറ്റ് ലീഡർ ടൈം ബാബു സർ എന്നെ നേരത്തെ പറഞ്ഞു തന്നെ ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയിട്ടുള്ള ഷൈൻ സാറിന്റെയും സജീവ് സാറിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് അവർ പറയുന്ന സിസ്റ്റം അനുസരിച്ച് പോയപ്പോൾ മാത്രമാണ് എനിക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ സക്സസിലേക്ക്. ഓരോ വ്യക്തികളും സക്സസ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും സക്സസ് ആയി അവന്റെ ഭാഗ്യം അല്ല അവന്റെ സമയം എന്ന് പറയും അല്ലെ. പക്ഷെ ആ സമയം നമുക്കും വരുന്നുണ്ട് അല്ലെ, ആ സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ നമുക്ക് ദൈവം കൊടുത്തിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നോർമൽ ഒരു സാധാരണക്കാരൻ നിന്ന് സാധാരണ ഫാമിലിയിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ പറഞ്ഞ ലെവലിലേക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം അല്ലെ, വളരെ കുറച്ച് സമയം കൊണ്ട് എത്താൻ സാധിച്ചു. കാരണം ഞാൻ ആദ്യത്തെ ഒരു വർഷത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സെയിൽസിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയിൽ മാത്രം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അന്നേരം സക്സസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിനുശേഷം ഓരോ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്ത് പോയപ്പോൾ ആണ് എനിക്ക് ഈ പറഞ്ഞ സക്സസിലേക്ക് കയറി നിൽക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മളെ കഴിവും അറിവും കൂട്ടാൻ ശ്രമിക്കുക. 2023 എന്താണോ നമ്മൾ ചെയ്തത്, എന്താണോ നമ്മൾ ചിന്തിച്ചത്, എന്ത് അറിവാണോ നമ്മൾ ഉണ്ടായിരുന്നത്, ആ അറിവും വെച്ച് 2024 എത്തുമ്പോൾ നമുക്ക് 2024 അതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും എത്താൻ സാധിക്കില്ല അല്ലെ. നോർമലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേറ്ററുള്ള ക്ലാസ്സിൽ ഞാൻ കേൾക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പുതുവർഷം വരുമ്പോ അല്ലെ ഓട്ടോമാറ്റിക്കായിട്ട് ഏകദേശം ഒരു 95% ആളുകളും വ്യക്തികളും അടുത്ത വർഷത്തെ പറയുമ്പോൾ ഞാൻ പറയും, ഓരോ വ്യക്തികളും പറയും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, അല്ലെങ്കിൽ 2024 നമുക്ക് നമ്മളങ്ങനെ ഏറ്റെടുക്കും അല്ലെ. 2024 നമ്മളെ സുരേഷ് പറഞ്ഞ 2024 ഞാൻ അങ്ങനെ എടുക്കും അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും അല്ലെ. ഏകദേശം 2024 ഒരാഴ്ച കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ പുതിയ വർഷത്തിന്റെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 85% ആളുകളും അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം 85 ആളുകളും ഓൺ ദ സ്പോട്ടിൽ അപ്പൊ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറും. ബാക്കി വരുന്ന 15%-ത്തിലെ 5% വ്യക്തികൾ ഇന്നത്തെ ഒരു മാസം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ബാക്കി വരുന്ന 10% വ്യക്തികൾ മാത്രമേ അത് ഏറ്റെടുത്തിട്ട് അവരുടെ ലക്ഷ്യങ്ങൾക്കൊപ്പം ആഡ് ചെയ്ത് പോയിട്ട് അതിൽ സക്സസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരണം എന്നുള്ള
കാര്യം കൂടി നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ടീം ക്രിയേഷൻ അല്ലെ. നമ്മളുടെ ടീം എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്റെ ഓഫീസ് ടൈം അതിന്റെ കോളിലേക്ക് കയറി വന്നാണ്. ഓക്കെ, ക്ഷമിക്കണം. അപ്പൊ നമുക്ക് പിന്നെ വരേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടീം ക്രിയേഷൻ. ടീം ക്രിയേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ടീം അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ നമ്മളൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ വരും. പക്ഷെ ആ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾക്ക് കറക്റ്റ് ഉള്ള വിഷൻ കാണിച്ചു കൊടുക്കുക അല്ലെ. നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് TC ചാപ്രാജിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര എത്ര കുമ്പിട്ട് സ്തുതിച്ചാലും അല്ലെങ്കിൽ എത്ര കുമ്പിട്ടാലും അതൊന്നും ഒന്നെത്തില്ല. കാരണം ഒരു വിഷൻ ഉണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച്. കാരണം നമ്മളെല്ലാവരും അദ്ദേഹം ഏൽപ്പിച്ച ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യ സംരക്ഷണം അല്ലേ. നമ്മള് ചുറ്റുപാടും എടുത്തു നോക്കുക. നമ്മളെ രാജസ്ഥാന്റെ ക്ലാസ്സിലൊക്കെ ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മള് ചുറ്റുപാട് എടുത്തു നോക്കുമ്പോ എല്ലി തേയ്മാനം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഉള്ള സമൂഹത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയിൽ നമ്മൾ ഉണ്ടായിട്ടും ഇത്തരം പ്രശ്നങ്ങളിലൂടെ അലയുന്ന വ്യക്തികൾ അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കുറവാണെന്നുള്ള ആ ഒരു ചിന്ത എന്നിലേക്ക് വന്നു. കാരണം ഞാനിവിടെ ഉണ്ടായിട്ടും ദൈവമേ അവിടെ ഒരു വ്യക്തിക്ക് ഇന്ന അസുഖം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നല്ലോ എന്ന ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കിടന്ന് എപ്പോഴും എനിക്ക് ഇതിനുവേണ്ടി വർക്കിംഗ് ചെയ്യാൻ സമയം കിട്ടുന്നുള്ളൂ എന്ന ഒരു ചിന്ത തന്നെ എപ്പോഴും വരാറുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടുമിക്ക സമയത്തും ഏതെങ്കിലും കസ്റ്റമറെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്താണ്. കാരണം നമ്മൾ അവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് അത് നമ്മളെ കുറവുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മളെ TC ചാപ്രാജി ഏൽപ്പിച്ചേക്കണ ദൗത്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സാധാരണക്കാരായ വ്യക്തികൾ, ഒരുപാട് പേരുള്ള സാധാരണക്കാരായ വ്യക്തികൾ നമുക്ക് കാണുന്നുണ്ട്. അവരെല്ലാം ജീവിതത്തിന്റെ ഒരു അറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം അല്ലെ, RCM എന്ന പ്രസ്ഥാനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അവരെ കയ്യിൽ കൊടുത്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതേമാതിരി തന്നെ ടീം ബിൽഡിംഗ്, നേരത്തെ പറഞ്ഞു വന്ന കാര്യം തന്നെ ടീം ബിൽഡിംഗ് ആണ്. ടീം ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. കാരണം സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഓരോ അച്ചീവ്മെന്റും വികസിച്ചപ്പെടും. ഞാൻ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഏകദേശം എന്റെ ടീമിൽ നോർമലായിട്ട് ബിഗിനർ മുതൽ വിന്നർ വരെയുള്ള ഏകദേശം ഒരു 17ഓളം അച്ചീവർമാരെ അല്ലെ, വെറുതെ കയറി സ്റ്റാർ ആയതല്ല, നമ്മളെ 17 അച്ചീവർമാരെ അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചപ്പോഴാണ് എനിക്ക് സ്റ്റാർ എന്ന പൊസിഷനിലേക്ക് കയറി നിൽക്കാൻ സാധിച്ചത്. അതും എന്റെ ലീഡേഴ്സിന്റെ വളരെയധികം സപ്പോർട്ട്, നമ്മളെ ഷൈൻ ബാബു സാറായാലും ശരി, നമ്മളെ സജീവ് സാറായാലും ശരി, നമ്മളെ അതിന് മുകളിലുള്ള എല്ലാ ലീഡേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി പിന്നെ നമ്മൾ ഒരു വിഷൻ ഉണ്ടാക്കണം. നമ്മളെ ജീവിതത്തിലായാലും ശരി, RCMയിലായാലും ശരി അല്ലെ. നമ്മള് നോക്കുക, ഓരോ സക്സസ് ആയ വ്യക്തികളുടെയും ഭാഗം എടുത്ത് നോക്കുക. നമ്മുടെ ഷൈൻ ബാബു സാറ്, സജീവിടെ നമ്മൾ RCMയിലായാലും ശരി, നമ്മളെ മൂർത്തി സാറ്, രാജൻ സാറ്, അങ്ങനെ വരുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെ സംബന്ധിച്ച് ഒരു വിഷൻ ഉണ്ടായിരിക്കും. ഇന്ന ടൈമിൽ ഇന്ന സമയത്ത് ഞാൻ ഇന്ന അച്ചീവ്മെന്റിലേക്ക് എത്തുമെന്ന വിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവർക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അങ്ങനെ വിഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. ഒരു വിഷനും ഇല്ലാതെ നമ്മൾ പോണ വഴിക്ക് പോട്ടെ അല്ലെ. സാധാരണ ഒരു നാട്ടുമ്പുറത്തേക്ക് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, പോണ വഴിക്ക് പോട്ടെ, ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചിന്തയിലൂടെ ഇന്നേ വരെ ലോകത്ത് ഇതേവരെ സക്സസ് ആയിട്ടില്ല എന്നാണ് നമ്മളെ ഒട്ടുമിക്ക ലീഡേഴ്സും പറയുന്നത്. നമ്മള് ഷൈൻ ബാബു സാറായാലും ശരി, സജീവ് സാറായാലും ശരി, നമ്മൾ ഗിരീഷ് സാറായാലും ശരി, പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരു വിഷനും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വഞ്ചിയിൽ കയറി അങ്ങനെ നേരത്തെ പറഞ്ഞു തരുന്നത് എങ്ങനെയാണോ പോകുന്നത് അതേമാതിരി തന്നെ നമ്മൾ ജീവിതത്തിൽ പോകുന്നുള്ളൂ. ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആ കഴിഞ്ഞ വർഷത്തെ എങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്നലെ വരെ എങ്ങനെയാണോ ആ ലെവലിൽ തന്നെ മാറാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു മാറ്റമോ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇത് ഒരുപാട് പേരുണ്ട്. നമ്മൾ നോക്കുക, ചുറ്റുപാടും എടുത്തു നോക്കുമ്പോൾ ഏകദേശം ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ അതിനു മുകളിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ നോർമൽ ഒരു 6000-7000 രൂപയ്ക്ക് വേണ്ടി പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ തുണിക്കടയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കും ഈ പറഞ്ഞ RCM എന്ന പ്രസ്ഥാനത്തെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയും TCG ആർക്കാണ് ഏൽപ്പിച്ചേക്കുന്നത്? നമ്മളെ പോലുള്ള എല്ലാവർക്കും ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവർക്കും ഒരു ജീവിതത്തിൽ വിജയം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്,
ഓരോ ഓരോ മാസം കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ സൂം ഔട്ട് ചെയ്യുകയല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ ബിസിനസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് ലെവലിലാണ് പോയിക്കൊണ്ട്, എവിടെയാണോ നമ്മൾ താഴ്ച സംഭവിച്ചത് എന്നുള്ള ഒരു വിഷൻ, ഒരു ഇത് തിരിഞ്ഞു നോക്കാൻ വേണം. കാരണം തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ നമ്മൾ നാളെ പോയിട്ട് ആ വഴി തന്നെ വീഴും അല്ലെ. നമ്മളിപ്പോ ഒരു ഇവിടുന്ന് ഒരു തിരുവനന്തപുരത്തേക്കാണ് നമുക്ക് ബസ് ഉണ്ടായിരിക്കണല്ലോ. നമ്മൾ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എങ്ങനെ പോകണം, അതിന് തന്നെ എങ്ങനെ പോകണം, എത്ര മണിക്ക് പോകണം, അവിടെ ഏത് ബസ്സിന് പോകണോ ട്രെയിന് പോകണോ, അങ്ങനെയുള്ള ചിന്ത, ഒരു പ്ലാനിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് എത്തും ശരിക്കും വല്ലപ്പോഴും അല്ലേ. ചിലപ്പോ നമ്മള് കയറുന്ന ബസ് ചിലപ്പോ കാസർഗോഡ്ക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തേക്കായിരിക്കും. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന ഈ സക്സസിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ എന്ത് പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത് മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പ്ലാനും ഇല്ലാതെയാണ് നമ്മൾ ഇന്നേ വരെ അല്ലെ, ഇന്നേ വരെ പോയിക്കൊണ്ട് പ്ലാൻ ചെയ്തു പോയ ആരൊക്കെ പ്ലാൻ ചെയ്തു പോയിട്ടുണ്ടോ അവരെല്ലാം വിജയത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തപ്പോഴാണ് എനിക്ക് സക്സസിലേക്കുള്ള ചെറിയ അല്ലെ, നമ്മളെ സ്റ്റാർ എന്ന് പറയുന്നത് ചെറിയൊരു പൊസിഷനാണ്. അതായത് നമുക്ക് നോർമലി അറിയാം, നോർമലായിട്ട് നിൽക്കുന്ന സാധാരണ ഒരു ജോയിൻ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് ലീഡേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാറിൽ നിന്ന് പൊസിഷൻ എത്താൻ പറ്റും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അല്ലെ, നമ്മളെ അതിനപ്പുറത്തേക്കുള്ള വരുമാനത്തിന്റെ സോഴ്സിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ആ പറഞ്ഞ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നോർമൽ പോകുന്ന ഒരു ഈ സ്റ്റാർ അല്ലെങ്കിൽ ഗോൾഡ് വരെയൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ലീഡേഴ്സിന്റെ അതിശക്തമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ സാധിക്കും. പിന്നെ നമ്മള് ഒരു ജീവിതത്തിൽ ഒരു സക്സസ് എത്താത്തതിന്റെ ഒരു കാരണം നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. അല്ല, കഴിവുണ്ടായിട്ട് നമുക്ക് മടിയല്ലേ. നമ്മള് എപ്പോഴും ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വലിയ വലിയ വീടുകൾ കാണുമ്പോൾ അല്ലെ, വലിയ വലിയ ഗേറ്റുകൾ കാണുമ്പോൾ നമുക്കൊരു മടി ഉണ്ടല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ട് ആ മടീനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട്, അതുപോലെ തന്നെ പേടി അല്ലെ, നമ്മള് പേടിയും ഉണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേടിയും മടി, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഏത് വീട്ടിലും കയറി പറയാൻ സാധിക്കും, ഏത് വീട്ടിലും നമ്മൾ ആർട്ടിമിനെ പരിചയപ്പെടുത്താൻ സാധിക്കും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നോർമലി പണ്ടെല്ലാം എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നമ്മളിനേക്കാളും ഹൈ ലെവലിൽ ജീവിക്കുന്ന വ്യക്തികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി ശരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രോഡക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചിന്തുണ്ട്. പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് നമ്മുടെ FMCG പ്രോഡക്റ്റുകളാണ്. അതായത് പേസ്റ്റ്, സോപ്പ് ഇതെല്ലാം കൊടുത്തിരുന്നു. ഈ പേസ്റ്റും ഈ സോപ്പെല്ലാം കൊടുത്തപ്പോൾ നോർമലി മറ്റു പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കും, ഒരാളും വന്ന് ഇത് റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഞാൻ ആദ്യം കൊടുത്ത പേസ്റ്റുകളും ഈ സോപ്പുകളെല്ലാം വാങ്ങിച്ചു ഉപയോഗിച്ച വ്യക്തികൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ അഭിപ്രായം പറഞ്ഞു, ഇത് കൊള്ളാം, ഇത് സൂപ്പറാണ് ട്ടാ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു സൈൻ ബാബു സാർ തന്നപ്പോൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേമാതിരി തന്നെയാണ് ഞാൻ കൊടുത്ത വ്യക്തികളും സ്വീകരിച്ചത്. അപ്പൊ അവരും ഓട്ടോമാറ്റിക് ആയിട്ട് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ചിന്തയിൽ നടന്നപ്പോഴാണ് ഞാൻ ആർട്ടിമിനെ വളരെ ശക്തമായിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായത്. അതിന് നമുക്ക് ലീഡേഴ്സിന്റെ വളരെയധികം സപ്പോർട്ടോടുകൂടി ചെന്നപ്പോഴാണ് ഈ സ്റ്റാർ എന്ന പൊസിഷൻ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല, വെറുതെ നിൽക്കുന്ന അല്ലെ, നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ട് വളരെ അധികം സമയം പോലും കൊടുക്കാൻ പറ്റാതെ വളരെ ചുരുങ്ങിയ സമയം കൊടുക്കാൻ സാധിച്ചിട്ട് പോലും എനിക്ക് ഈ പറഞ്ഞ സ്റ്റാർ എന്ന പൊസിഷനിൽ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എത്ര മണിക്കൂറാണ് കൊടുക്കാൻ സാധിക്കുന്നത്, എത്ര മണിക്കൂറാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചെലവഴിച്ചു കളയുന്നത്. ഒരു മണിക്കൂറും നമ്മൾ വിലപ്പെട്ടാണ്. കാരണം നമ്മുടെ സക്സസിലേക്കുള്ള സമയം അല്ലെ,
നമ്മൾ നോക്കുക, ഇപ്പൊ യൂസഫ് അലിക്കായാലും ശരി, നമ്മളെ അംബാനിയും ശരി. കാരണം ഞാൻ ഇവരെ പറയുന്ന കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരെ എല്ലാവരും അറിയാവുന്ന വ്യക്തികളായതുകൊണ്ടാണ് ഞാൻ അവരെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇത്രയും അധികം വരുമാനമല്ലേ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ഒന്നും ഇട്ടിട്ട് എത്ര പൂജ്യം ഇടേണ്ടി വരും ഒരു മാസത്തെ അവരെ വരുമാനം എന്ന് പറയുന്നത്. ആ ടൈം, ആ വരുമാനത്തിലേക്ക് അവരെത്താൻ കാരണം അവരിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷത്തോളം ആളുകൾ, അല്ലെ, എത്ര സ്റ്റാഫുകൾ 8 മണിക്കൂർ വെച്ച് അവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ അവരുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 ലക്ഷം സ്റ്റാഫ് 1 മണിക്കൂർ വെച്ച് പണിയെടുത്താൽ തന്നെ കിട്ടുന്നത് 8 ലക്ഷം മണിക്കൂറാണ് അവർക്ക് കിട്ടുന്നത് ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സ്. ആ സമയത്താണ് നമ്മൾ 8 മണിക്കൂർ വെച്ച് ഏകദേശം ഒരു 40 വർഷം പണിയെടുത്തിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഇപ്പൊ വരുമാനം കിട്ടും, അല്ലെ, 1 ലക്ഷം രൂപ നമ്മൾ അക്കൗണ്ടിൽ വരും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ വർക്കിംഗ് അവേഴ്സ് കൂട്ടാൻ, ഈ വർക്കിംഗ് അവേഴ്സ് നമ്മൾ നോക്കുക. ഇപ്പൊ 8 ലക്ഷം വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 3.5 ജന്മം എടുക്കേണ്ടി വരും. 3.5 ജന്മം ആലോചിച്ച് നോക്കുക. 2 ജന്മം കഴിഞ്ഞ് 3-മത്തെ ജന്മം എത്തുമ്പോഴാണ് മാത്രമേ ഈ പറഞ്ഞ 8 ലക്ഷം വർക്കിംഗ് അവേഴ്സ് നമ്മളിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെ RCMന്റെ പ്രശസ്തി മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ, അല്ലെ, ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ, അതും ക്വാളിറ്റിയുടെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ആരോഗ്യദായകമായ പ്രൊഡക്റ്റുകൾ ഞാൻ കൊടുത്ത ഒരുപാട് പേർക്ക് നമ്മളെ ഈ പറഞ്ഞ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, നമ്മളെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഞാൻ തന്നെ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് അവർക്ക് മാറ്റം വരുത്താനും അതോടൊപ്പം തന്നെ അവർക്ക് വരുമാനം നേടിക്കൊടുക്കാനും പറ്റുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ഈ കിട്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് ചെയ്യാതെ, നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങിന് പോകുന്ന 200 രൂപ അല്ലെങ്കിൽ 300 രൂപ ചെലവാക്കാൻ പോലും മടിച്ചുകൊണ്ട് ആ സക്സസിലേക്ക് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വീട്ടിൽ തന്നെ അടിച്ചുകൊണ്ട് ഒരു ഒരു കുറ്റി അടിച്ചിട്ട് എങ്ങനെയാണ് പശുവിനെ കെട്ടുന്നത് അതേമാതിരി തന്നെ ആ റൗണ്ടിൽ കിടന്ന്, ആ ലൊക്കാലിറ്റി കിടന്ന് നമ്മൾ കിടന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുന്ന നാളെ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. ഒന്നും എത്താൻ സാധിക്കില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടീം ബിൽഡിങ്, ടൈം ബിൽഡിങ്, അല്ലെ, ടൈം എത്രയാണ്, എത്ര ടൈം നമുക്ക് കൂട്ടാൻ പറ്റുമോ എത്രയും ടൈം നമ്മളുടെ കൂട്ടാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ ടീമായിട്ട് ഏകദേശം ഇപ്പൊ നേരത്തെ പറഞ്ഞവർ തന്നെ 1 ലക്ഷം ടീം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് അവർ സ്പെൻഡ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂസഫ് അലിക്കുടെ വരുമാനം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അല്ലാതെ ഒരിക്കലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നോക്കിയിരുന്നില്ല മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ടീം ബിൽഡിംഗ് ആണ്. ടീം ബിൽഡിംഗ്. ആ ടീം ബിൽഡിംഗ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഞാൻ ചെയ്തത് എന്താണോ അത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്നേക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇപ്പൊ ഷൈൻ ബാബു സാറെ സംബന്ധിച്ചൊക്കെ, ഷൈൻ ബാബു സാറൊക്കെ വളരെ വളരെ പെർഫെക്റ്റ്. നമ്മളെ ജിഷ മേഡം, അതുപോലെ തന്നെ മറ്റുള്ള ഗ്രേറ്റ് ലീഡേഴ്സ്, ഇവിടെ ഒരുപാട് ലീഡേഴ്സ് ഇപ്പോൾ ഓൾറെഡി കാണുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഈ ചെയ്യുന്ന മേഖലയും ഇത് തന്നെയാണ്. കാരണം ടീം ബിൽഡിംഗ് ചെയ്യുക, ടീം ബിൽഡ് ചെയ്തിട്ട് നന്മ കൊടുത്ത് നല്ലൊരു ടീമിനെ സെറ്റ് ആക്കാൻ ശ്രമിക്കുക. ആ സെറ്റ് ആക്കുന്ന ആ ടീമാണ് നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ആയിക്കോട്ടെ, ഏത് ജോലിയായാലും ശരി, നമ്മൾ കൊടുക്കുന്ന സമയത്തിന് നമ്മൾ മൂല്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത് 24 മണിക്കൂറിന്, അല്ലെ. അഡീഷണൽ ആയിട്ട് വേറെ വല്ലവർക്കും അഡീഷണൽ ആയിട്ട് സമയം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവര് ആ ടൈം വെച്ച് അതിനെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഏത് സമയത്ത് എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് അതിനനുസരിച്ചാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഇതുവരെ, അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളെ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സ് എടുത്ത് നോക്കുക. നമ്മളെ എല്ലാ ലീഡേഴ്സും, നമ്മളെ ഗിരീഷ് സാർ ആയിക്കോട്ടെ, മൂർത്തി സാർ ആയിക്കോട്ടെ, രാജൻ സാർ ആയിക്കോട്ടെ, ഇവരെല്ലാം സക്സസ് ആയിട്ട് നമ്മൾ കണ്ടു, അല്ലെ. പക്ഷെ ഇവരെല്ലാവരും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അന്ന് നമ്മൾ സുഖസുന്ദരായിട്ട് കിടന്നുറങ്ങിയ സമയത്ത് അവര് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് അത് സക്സസ് ആയി നിൽക്കുന്നത്. എന്നിട്ട് ആ സമയത്ത് നമ്മൾ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ലീഡേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ലീഡേഴ്സിനെ കുറ്റം ഇരിക്കുകയാണ് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, അവര് സ്ട്രഗിൾ ചെയ്ത വഴിയിലൂടെ തന്നെ നമ്മളും പോയി കഴിഞ്ഞാൽ, അവര് ചെയ്ത ആ വഴിയിലൂടെ നമ്മളും പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, വളരെ സിമ്പിൾ ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഈ പറഞ്ഞ എല്ലാ പൊസിഷനും. ഇപ്പൊ അതെനിക്ക് തെളിയിക്കാൻ സാധിച്ച വളരെ സിമ്പിൾ ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയാണ് സ്റ്റാർ എന്ന പൊസിഷൻ. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഓരോരോ പൊസിഷൻസ് ആണ് ഈ പറഞ്ഞ എമറാൾഡ് ആയിക്കോട്ടെ, സ്റ്റാർ എമറാൾഡ് ആയിക്കോട്ടെ, ഡയമണ്ട് ആയാലും സ്റ്റാർ ഡയമണ്ട് എന്ന് പറയുന്നത്. അത് പക്ഷെ
നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ അവിടെ നിന്നുകൊണ്ട് ഇരിക്കുന്നോടത്ത് നിന്നിട്ട് അവിടെ നിന്നിട്ട് കാലും കയറ്റിയിരുന്നുകൊണ്ട് ചെയ്ത് ഒന്നും കിട്ടിയില്ല. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി നമ്മളെ കഴിവ് കൂട്ടണം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ. സോറി സോറി, ഫോൺ കയറുന്നു. ഹലോ, ഓക്കെ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ സുജിസാറേ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ. അതിനിടെ ഫോൺ കയറി കട്ട് ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് പോയി. സോറി. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ പോകേണ്ട വഴിയല്ലേ, നമ്മൾ പോകേണ്ട വഴി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലീഡ് ചെയ്ത് പോയി. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്നത് നല്ലൊരു കാര്യം. ഒരിക്കലും വീട്ടിലിരിക്കാൻ പറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു കൂണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരുന്ന ടീമിനോട് അത് ഓട്ടോമാറ്റിക് പറയില്ല, നീ അവിടെ കൊണ്ട ആ വഴിയിൽ പോകേണ്ട ആവശ്യമില്ല, അവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ സാധിക്കും. അതേമാതിരി തന്നെയാണ് നമ്മളെ ലീഡ് പറയുന്നത്, നമ്മളെ കൈ പിടിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കുഴിയുണ്ട് മക്കളെ, ആ കുഴി വീഴരുത് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ വഴി തന്നെ പോകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വീഴും. അവിടെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകല്ലേ. നമുക്കിവിടെ സിസ്റ്റം ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ സിസ്റ്റമാണ് നമ്മുടെ നമ്മളെ ലീഡേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിസ്റ്റം എന്താണോ പറയുന്നത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ആർക്കുമാണ് അവിടെ നിറമോ ഗുണമോ അല്ലെ നിറമോ അല്ലെങ്കിൽ പറഞ്ഞ ജാതിയോ മതമോ ഒന്നും നമുക്ക് നോക്കണമെന്നില്ല. എന്താണോ പറയുന്നത് ആ സിസ്റ്റത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസിലേക്ക് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. വേറെ മേഖല എടുത്തോ ഒരുപാട് എല്ലാത്തിന്റെ അല്ലെങ്കിൽ ആളുണ്ടായ നമുക്ക് ഇവിടെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ബിസിനസ് തുടങ്ങുകയാണ് തന്നെ 50, 60 അല്ലെങ്കിൽ 1 കോടി 2 കോടി രൂപയൊക്കെ ചെലവാക്കിയിട്ട് അവിടെ 50-50 ആണ്. സക്സസ് ആയി അല്ലെങ്കിൽ സക്സസ് ആയി ആ പൈസ നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് ആത്മഹത്യയിലേക്ക് എത്തിപ്പെട്ടത് കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവിടെ റിട്ടേൺ കിട്ടോ ഇല്ലെന്ന് അറിയില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇപ്പോഴത്തെ സംബന്ധിച്ച് ഓരോ ിരിക്കുന്ന സമയത്താണ് ആർസിന്റെ ഈ കുതിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ ബാജി സാർ കട്ടായി പോയി. ഓക്കെ, ഹലോ, ഓക്കെ സാർ ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ 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 റേഞ്ച് ഓക്കെ. അപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ നമുക്ക് റിട്ടേൺ കിട്ടാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചിന് മാത്രം ഉണ്ടാവുള്ളൂ. കാരണം അതിനൊരു ഉത്തരമില്ല. അവിടെ ഓരോരോ ഉത്തരവുള്ളൂ. RCM എന്ന പ്രസ്ഥാനം, RCM അതിനെ നെഞ്ചിലോട് ചേർക്കുക അല്ലെ. നമ്മൾ എന്താണോ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് മന്ത്രം. അതേപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം എണീക്കുമ്പോൾ നമ്മൾ എന്നും ഉരുവിടേണ്ട കാര്യമാണ് സ്റ്റാർ ഡയമണ്ട് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഉരുവിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതി വരെ നമുക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് നമ്മളെ ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നോക്കാതെ നമ്മളുടെ കഴിവിനെ നമുക്കൊരു കഴിവുണ്ട്, ആ കഴിവിനെ പോലും നമ്മൾക്ക് തന്നെ വിശ്വാസികൾക്ക് എത്തുന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കണം. കാരണം നമുക്ക് പറ്റും അല്ലെ. ഈ പറഞ്ഞ മൂർത്തി സാറിനോ അല്ലെങ്കിൽ ഗിരീഷ് സാറിനോ രാജൻ സാറിനോ സാധിക്കുമെങ്കിൽ നമുക്കും പറ്റും അവിടെ എത്തിച്ചേരാനായിട്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടതൊന്നുള്ളൂ, നമ്മളുടെ അറിവ് കൂട്ടുക. അറിവാണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. അറിവ് വെച്ചിട്ട് നമുക്ക് കഴിവാക്കുക. കഴിവ് വെച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ചിന്ത എന്നിലേക്ക് എന്താണ് ഉടലെടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം ഞാൻ ഇറങ്ങാതിരുന്ന എനിക്ക് എന്തോ ഒരു എന്താ പറയാ, വീട്ടുകാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. വീട്ടുകാരെന്നെ എന്നെ കാണാൻ കൂടില്ല. കാരണം അവർ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എത്തുന്നത്. എന്റെ ഫാമിലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഞാനും വൈഫും രണ്ട് മക്കളും അച്ഛനും അമ്മയും അനിയനും ഉള്ളത്. അവര് പോലും എന്നെ കാണാറില്ല. കാരണം ആ ഓട്ടോമാറ്റിക് ആയിട്ട് കാലത്ത് എണീക്കുമ്പോ കാലത്താണ് ഞാൻ പോകുന്നു. പിന്നെ അതിനിടയിൽ വന്നിട്ട് ബാങ്കിലേക്ക് പോകുന്നു. അതിനുശേഷം രാത്രി ഞാൻ വൈകിയാണ് എത്തുന്നത്. അപ്പൊ പിള്ളേർ പോലും കാണുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ സക്സസ് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല, അല്ലെ? അങ്ങനെ കിട്ടിയാലല്ലേ നമ്മളെല്ലാവരും ഹോപ്പിനോട് നിൽക്കണല്ലേ? ഹോപ്പ്, നമുക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ റെഡിയാകും, ഇപ്പൊ റെഡിയാകും. പക്ഷെ ഹോപ്പ് ഒരിക്കലും നമ്മളെ തേടിയെത്തുകയില്ല. നമ്മൾ ചെയ്താൽ മാത്രമേ എത്തുകയുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരാളും ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കണം, ഇപ്പൊ കൊണ്ടുവരും, ഭാര്യയും കൊണ്ടുവരും. നമ്മൾ നോക്കുക, ഓരോ ദിവസം എടുക്കുമ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവർക്കും നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 5 രൂപ സഹായിക്കുമല്ലോ, 10 രൂപ നമ്മൾ ഇത് ഷെയർ ചെയ്യും, ഈ പൈസ കിട്ടുമെന്ന് പറയും. ആ ലെവലിലേക്ക് നമ്മൾ അന്ന് എത്രയും മുന്നേ നമ്മൾ ഇവിടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറ, അല്ലെ? ഇവിടെ സംബന്ധിച്ച് ഏത് ജോലി എടുത്താലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ബാങ്കിൽ ജോലിയാണ്. ആ ബാങ്കിൽ ജോലി ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വേണ്ടി സമ്പാദിച്ചുണ്ടാക്കാൻ പറ്റും, അല്ലെ? ഞാൻ ഒരു 10-60 സെന്റ് അല്ലെങ്കിൽ ഒരു 10-20-30 പവൻ സ്വർണ്ണൊക്കെ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചു. ആ സാധനം അവരൊന്നും ചെയ്യാതെ ഇരുന്ന് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് തീർന്നുകൊള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടി. എത്ര സ്ഥലങ്ങളെല്ലാം വിറ്റ് തീർക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഒരു പാസീവ് ഇൻകം ആണ് ആദ്യം വരുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് അറിയാല, നമ്മൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഞാൻ എന്റെ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വരുമാനം, അല്ലെ? ഞാൻ എന്താണോ ചെയ്തു വെച്ചത്, ഇപ്പൊ 1 ലക്ഷം രൂപയാണോ എന്റെ വരുമാനമെങ്കിൽ ആ 1 ലക്ഷം രൂപ തന്നെയാണ് എന്റെ മക്കൾ കിട്ടാൻ പോകുന്നത്. ആ മക്കൾ കിട്ടാൻ പോകുന്നത് അതൊരിക്കലും തീരില്ല, അല്ലെ? കടലോളം കിടക്കണി വറ്റി നമ്മള് ഒരു സ്പൂൺ കൊണ്ട് ഒരു കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ഇട്ട് നമ്മളെ വീട്ടിലേക്ക് അടിച്ചാൽ കടൽ വെള്ളം തീരോ? ഇല്ല, ഒരിക്കലും തീരാൻ പോകുന്നില്ല. അതേമാതിരി തന്നെയുള്ള ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സോഴ്സ് ആണ് RCM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി, അല്ലെ, എത്ര സമയം കിട്ടുന്നോ നമ്മൾ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുന്ന ആ സമയം പോലും നമ്മളെ ടീം ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അതിനുവേണ്ടി നടക്കുക. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പാസീവ് ഇൻകം നമ്മളെ വീട്ടിലേക്ക് എത്തുകയുള്ളൂ, അല്ലെ? നമ്മൾ നോക്കുക, ഒരു വീട്ടില് കണക്ഷൻ എടുക്കുമ്പോ, അല്ലെ, ഒരു വീട്ടില് നമ്മളിപ്പോ ഒരു പ്ലംബിങ്ങിന്റെ പണി ചെയ്ത് എത്ര കണക്ഷൻ ഉണ്ടാവും നമ്മുടെ വീട്ടില്. അതേമാതിരി തന്നെ നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് കണക്ഷൻ, അല്ലെ? കണക്ഷൻ തരുന്ന ഒരു സംഭവമാണ് RCM എന്ന് പറയുന്നത്. എവിടെ തുറന്നാലും വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ, എവിടെ തുറന്നാലും പൈസ കണ്ടിട്ട് തന്നെ നമ്മളെ ഒരു സിനിമ പറയും, പൈസ കണ്ടെന്ന് അലർച്ചി എന്താ കൊതി തീർന്നു പോയെന്ന് പറയുന്നത്. അതേമാതിരി നമ്മളെ വീട്ടിലേക്ക് ഈ സാധനം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു വരുന്ന അറിവ്, കഴിവ് ഇതെല്ലാം കൂട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് വന്നതുകൊണ്ട് ഞാനിപ്പോ അതിനുവേണ്ടി ഫുൾ ടൈം ഇറങ്ങുന്നു. അതിനുവേണ്ടി എന്റെ ടീമിനൊപ്പം അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിക്കുക. ഓരോ ദിവസവും ഓരോ മണിക്കൂറും അവർക്ക് വേണ്ടി കൊടുക്കുക. അവരെ വിജയിപ്പിക്കുക എന്ന ഒരൊറ്റ ചിഹ്നം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്റെ സമൂഹത്തിലെ എന്റെ ഏരിയയിലുള്ള ഒരാൾക്ക് പോലും ഈ ഒരു അസുഖം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് എത്തി. അന്ന് മുതൽ ഞാനിപ്പോ ഈ പറഞ്ഞ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മളെ രാജസ്ഥാന്റെ ക്ലാസ്സുകൾ കേൾപ്പിക്കുന്നു, രാജസ്ഥാന്റെ ക്ലാസ് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും വെച്ച് അവരോട് സംസാരിക്കുന്നു, അവർക്ക് അറിവ് കൊടുക്കുന്നു, അല്ലെ? എല്ലാവർക്കും എപ്പോഴും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ലേക്ക്, പക്ഷെ ഒരുപാട് പ്രോഗ്രാം, അല്ലേ? എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടെ എല്ലാം പോയി അറ്റൻഡ് ചെയ്ത് നമ്മളെ കഴിവ് അല്ലെങ്കിൽ അറിവ് കൂട്ടിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം നമുക്ക് ഈ സക്സസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്തായാലും ഇങ്ങനൊരു പ്രസ്ഥാനത്തെ എന്നിലേക്ക് തന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ഗുഡ്മാരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നിങ്ങനെ ഒരു കഴിവുള്ള വ്യക്തിയാക്കി മാറ്റാനും അതുപോലെ ഒരുപാട് പേരുകളിലേക്ക് ഈ തരത്തിലുള്ള പ്രാപ്തരാക്കി തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും പ്രത്യേകം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു കേരള സൂമല്ലേ, കേരളത്തിലുള്ള എല്ലാവരെയും കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് കാര്യങ്ങളല്ലേ. ഇതിൽ കൂടുതൽ അറിവുള്ള ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ ചെറിയ അനുഭവം വെച്ചിട്ട് എന്നിലേക്ക് എങ്ങനെയാണ് മാറ്റം കൊണ്ടുവന്നത്, ആ മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കേരള സൂമിലെ എന്ന വലിയൊരു പ്രോഗ്രാമിലേക്ക് എനിക്ക് അവസരം തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും RCM എന്ന പ്രസ്ഥാനത്തിലൂടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ്, എന്തൊക്കെ ഭൂമിയിലുണ്ടോ അതെല്ലാം നേടിത്തരാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് RCM. അതെല്ലാം നിങ്ങൾക്ക് നേടിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥയോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വലിയ വലിയ വിജയം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. RCM, ഗുഡ് RCM. താങ്ക് യു. ഒരു 10 മിനിറ്റ് കൂടിയും സമയമുണ്ട്. ഞാൻ 12:10 മണി സമയം വെച്ചിട്ടാണ് നിർത്തിയത്. ഒരു 10-15 മിനിറ്റ് കൂടെ സാറിന് എടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഞാനപ്പോ സമയം നോക്കിയോ 12:10 കഴിഞ്ഞപ്പോ ഞാൻ നിർത്തിയത്. കാരണം
12 മണി എന്നുള്ള സമയം, കാരണം 1 മണിക്കൂറാണ് ഞാൻ മേടിച്ചത്. കാരണം 11 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാനപ്പോ കുറച്ച് പൊന്നൂടി പറയാം. പിന്നെ നമ്മള് നോർമൽ അല്ലേ, നോർമലെ സംബന്ധിച്ച് എല്ലാ വ്യക്തികളും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, എല്ലാവരും ഡ്രീമേഴ്സ് ആണല്ലോ, സ്വപ്നം കാണുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഓരോ ദിവസവും ഓരോ വ്യക്തികൾ സ്വപ്നം കാണുന്നു. ഞാൻ നാളെ കാർ എടുക്കും, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ ഇന്ന കാർ എടുക്കും, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ ഞാൻ കയറി ജീവിക്കും അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനേഴ്സ് പറയുന്നത് വെച്ചാൽ ശരിക്കും 3 വിഭാഗം ആളുകളുണ്ടെന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ. ഒന്ന് നമ്മള് വെറുതെ സ്വപ്നം കാണുന്ന വെച്ചാല് അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യില്ലല്ലേ. നമ്മൾ ചില സ്ഥലത്തേക്ക് കാണാറുണ്ട്, ചില അയൽച്ചൂട്ടില്, ചില നമ്മളെ ചെറിയ ചെറിയ പാലങ്ങളില്, അങ്ങനെ സമൂഹത്തിൽ എവിടെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ച് അവരൊന്നും ചെയ്യില്ല, ഒന്നും വെറുതെ സ്വപ്നം കാണുന്നു. ചില രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ട് ആളുകളുണ്ട്, ഇവര് സ്വപ്നം കാണും. അതായത് ഇപ്പൊ സാറിന്റെ ഒന്നും ചെയ്യില്ല, സ്വപ്നം കാണും. അതായത് ലോട്ടറി അടിച്ച് ഞാൻ ഇന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് ഞാൻ വീട് വയ്ക്കും, കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്ന വ്യക്തികള്. ഇവർ രണ്ടുപേരും, ഈ രണ്ട് കാറ്റഗറി ഉള്ള വ്യക്തികൾ ഇന്നേ വരെ ലോകത്ത് വിജയിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരാളും സക്സസിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് മാറി നിന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. പിന്നെ ഒരു മൂന്നാമതൊരു വിഭാഗം ഉണ്ടല്ലേ, മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് അവർ സ്വപ്നം കാണും. അവര് കാണുന്ന സ്വപ്നങ്ങളെല്ലാം വളരെ വളരെ വലിയ സ്വപ്നങ്ങളായിരിക്കും. അത് അവർക്ക് ഒരു ടൈം ലിമിറ്റ് വെക്കും. അതായത് ഇന്ന വർഷത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ ഉണ്ടാവും, അങ്ങനെ ടൈം ലിമിറ്റ് വെച്ചിട്ട് അവിടെ അതിനുവേണ്ടി പണിയെടുക്കും. അവർ ചെയ്യുന്ന ജോലി എന്താണ്? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ആദ്യം ചെയ്യണവരാണ് ആദ്യം ഫുൾ ടൈം ചെയ്യുക, സെയില്, അതിനകത്ത് തന്നെ സെയിൽ അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ അതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം, അല്ലെങ്കിൽ അഡീഷണൽ ഒരു പാലം പണിയണമെന്ന് പറയുന്നത്. കാരണം ഈ നമ്മൾ ചെയ്യുന്ന ജോലിയോടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എത്തില്ല ആൾക്കാരം. അപ്പൊ അതിനുവേണ്ടി എക്സ്ട്രാ ഒരു പാലം അവർ പണിയും. ആ പാലം പണിത്, അതായത് ആ പാലം ഉദ്ദേശിക്കുന്നത് ഒരു അഡീഷണൽ വരുമാനം കണ്ടെത്തും. ആ വരുമാനത്തിന്റെ ഒപ്പം പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സക്സസിലേക്ക് എത്തും. അവിടെ നിന്ന് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് നിർത്തവര്. ഒരാള് മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും നിൽക്കാത്ത ഒരു സംഭവമാണ് നമ്മളെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ഒരു വേറൊരു അച്ചീവ്മെന്റിലേക്ക് ലക്ഷ്യം വെക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ മൂന്നാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെ ഇന്ന് സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ളോ അല്ലാതെയുള്ള ആദ്യം പറഞ്ഞ 2 വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ഇന്നേ വരെ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഈ ചെറിയ പ്രദേശത്തുള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ള, ഇന്ന് ലോകത്തിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാരും നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഗിരീഷ് സാറും സജീവ് സാറൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ മാറ്റം വരുത്തേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ മാത്രമേ സക്സസിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതും ഞാൻ മാറ്റാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് എന്റെ ടീമിലേക്ക് ഈ പറഞ്ഞ നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മള് ഒരു കഥ രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെപ്പോഴും 2 വിഭാഗം അല്ലെ, നമ്മൾ 2 തരം മൈൻഡിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു കഥ പറയുന്നത് വെച്ചാല് ഒരു കാട്ടിലെ സിംഹം, ഒരു കാട്ടിലും സിംഹമുണ്ട്, നാട്ടിലും അല്ലെ, ഒരു സർക്കസ് കൂടാരത്തിലും സിംഹമുണ്ട് അല്ലെ. 2 പേരെ സംബന്ധിച്ചും ഈ പറഞ്ഞ ആർക്കാണ് കൂടുതൽ സമയം ഈ പറഞ്ഞ ഇത് കിട്ടുന്നത്, ഭക്ഷണങ്ങളെല്ലാം വളരെ വെറുതെ നോക്കി എന്നാ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സർക്കസിലെ സിംഹത്തിനെ സംബന്ധിച്ച് അവർക്ക് ആ സിംഹത്തിനെ സംബന്ധിച്ച് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടും, ഉച്ചയ്ക്ക് ഫുഡ് കിട്ടും, വൈകിട്ട് ഫുഡ് കിട്ടും അല്ലെ. പക്ഷെ ഒരു കാട്ടിലെ സിംഹത്തിനെ സംബന്ധിച്ച് അതിനെ ഓടി ഏറെ തേടി പിടിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ അവർക്കുള്ള ഭക്ഷണം കിട്ടുള്ളൂ അല്ലെ. ശരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഈ പറഞ്ഞ നാട്ടിലെ സിംഹത്തിലെ, അതായത് സർക്കസ് കൂടാരത്തിലെ സിംഹത്തിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷെ ഒരു ജോബ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാട്ടിലെ സിംഹത്തെ പോലെയാണ്. കാരണം പൈസ മറ്റേ കറക്റ്റ് സമയം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാട്ടിലെ സിംഹമായിട്ട് അവിടെ അവൻ രാജാവാണ്. ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ, അവൻ രാജാവാണ്. ഇവിടെ അവന് കറക്റ്റ് സമയത്ത് കറക്റ്റ് ഫുഡ് കിട്ടണം. പക്ഷെ അവൻ അവിടെ രാജാവല്ല, ഒരു അടിമയാണ് അടിമ. അതേമാതിരി തന്നെ നമ്മൾ പുറത്ത് ചെയ്യുന്ന ഓരോ വ്യക്തികളും പോയി പുറത്ത് ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റ് എല്ലാവരും ആലോചിക്കേണ്ടത് ഈ നാട്ടിലെ സിംഹമാണോ അതോ കാട്ടിലെ സിംഹമാകണോ എന്ന് നമ്മൾ ആലോചിക്കുക. കാട്ടിലെ സിംഹമായി കഴിഞ്ഞാൽ രാജാവായിട്ട് വാഴാൻ പറ്റും. നാട്ടിലെ സിംഹമായി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അല്ലെ, ജോലിയുള്ള വ്യക്തികളെ സംബന്ധിച്ച് കറക്റ്റ് മാസം പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരു ടെൻഷനില്ല, ഒന്നുമില്ല. പക്ഷെ അവൻ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ഉദാഹരണം പറയാൻ ഇപ്പൊ ഞങ്ങളെ
ജോലി എന്ന് പറയുന്നത് അല്ലെ. ഞാൻ ഓൾറെഡി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താനും നമ്മളുടെ സക്സസിലേക്ക് എത്താനും നമ്മൾ എപ്പോഴും കാട്ടിലെ സിംഹമാവാൻ ശ്രമിക്കുക. ഇപ്പൊ എന്തായാലും